ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ഡയറക്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് നോക്കാം. അയ്യോ, അതിന് മുന്നേ കുറേ ആൾക്കാർ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ ലോട്ടസ് എവിടെ നിന്നാണ് വാങ്ങിയെന്ന്. അപ്പോൾ ഒന്ന് രണ്ട് ആൾക്കാർ, ഒരാളോട് ഞാൻ കാശി എന്നാണ് പറഞ്ഞത് കേട്ടോ. കാശിയല്ല, ബോധ്ഗയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ബോധ്ഗയാണ്. ഇങ്ങനെ ബാറ്ററിയിലും കറങ്ങും, സോളാറിലും ഇങ്ങനെ തനിയെ ഇത് കറങ്ങിക്കൊണ്ടിരിക്കട്ടെ. ബാറ്ററി ഇട്ടാൽ ഇങ്ങനെ ഇതായി കറങ്ങും. ഞാൻ ബാറ്ററി ഊരിയിട്ട് ഒരു ചെറിയ സൗണ്ട് ഉള്ളത് കൊണ്ട് ഞാനത് ഊരിയിട്ടതാണ്. പക്ഷേ വെയിലടിക്കുമ്പോൾ കറങ്ങിക്കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എന്ത് എനർജിയിലാണ് ഇന്നുള്ളത് നോക്കാം. ഫോർ ഓഫ് വാൻഡ്സിന്റെ എനർജി, ടെൻ ഓഫ് പെന്റക്കിൾസ്, ഫൈവ് ഓഫ് സോർഡ്സ്, ക്യൂൻ ഓഫ് പെന്റക്കിൾസ്, മൂൺ കാർഡ് വന്നിട്ടുണ്ട്. ഒരു കാർഡ് കൂടി നമുക്ക് എടുക്കാം. ഫോർ ഓഫ് പെന്റക്കിൾസ്. നമുക്ക് ആദ്യമായിട്ട് കിട്ടിയുള്ള കാർഡ് ഫോർ ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്. നിങ്ങളെ കംഫർട്ടബിൾ ആക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. അത് നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങളുടെ ഗ്രൂപ്പായിരിക്കാം, ഒരു സ്പിരിച്വൽ ഗ്രൂപ്പായിരിക്കാം. അങ്ങനെയുള്ള സ്ഥലത്ത് ഇന്ന് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നാണ് കാണുന്നത്. ഇതിൽ ടെൻ ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ എന്തോ ഒരു വിജയം നിങ്ങൾ ആഘോഷിക്കാൻ പോകുന്നു എന്നാണ് കേട്ടോ. ടെൻ ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്ന ഒരു ലോങ് ടേം സ്റ്റെബിലിറ്റി, അതൊരു വിക്ടറിയാണ്, സക്സസ് ആണ്. നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഒരു കാര്യം, അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് ഫാമിലിയോടൊപ്പമോ ഫ്രണ്ട്സിനോടൊപ്പമോ ചെലവഴിക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ കുറച്ച് നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുമായിട്ട് ചേർന്നിരിക്കണം എന്ന് നിങ്ങൾ ഇന്നത്തെ ദിവസം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. പക്ഷേ ഇതിൽ ഈ സക്സസിന്റെ ഇടയിൽ നിങ്ങൾക്കൊരു മാനസിക പ്രയാസം ഉണ്ടെന്നാണ് ഈ ഫൈവ് സോഡ്സ് പറയുന്നത്. നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ ചിലപ്പോൾ നിങ്ങളോടൊരു ഫേസും മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് പറയുന്നത് വേറെ ആയിരിക്കും. കാരണം ഇതിൽ വിശ്വസ്തത ഇല്ലാത്ത കുറച്ച് ആൾക്കാരുടെ ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് ഇവരെന്നോട് ഒരു വിശ്വസ്തതയില്ല. പക്ഷേ നിങ്ങളത് പുറത്ത് പറയാതിരിക്കുന്നു. നിങ്ങൾ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. പിന്നെ ഏറ്റവും നല്ല സന്തോഷം നടക്കുന്ന സമയത്ത് പിന്നെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നത് എന്തിനാണെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും വിശ്വസിക്കുന്നു എന്ന് വിചാരിക്കുന്ന ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് ചീറ്റിംഗ് വരുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയം വരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഒന്ന് അവെയർ ആയിരിക്കണം എന്ന് നിങ്ങളോട് തന്നെ പറയുന്നുണ്ട്. ഈ കാണുന്ന ആൾക്കാരൊന്നും അവരുടെ യഥാർത്ഥ മുഖങ്ങൾ അതുപോലെയൊന്നും അല്ല. അപ്പോൾ എന്തോ സംതിങ് എവിടെയൊക്കെയോ നിങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്ന ആൾക്കാരും എവിടെയൊക്കെയോ നിങ്ങളെ ഒന്ന് താഴ്ത്തിക്കെട്ടാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു തോൽവി കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ്. ഇതിൽ ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജി വന്നിട്ടുണ്ട്. ടെൻ ഓഫ് പെന്റക്കിൾസും ക്യൂൻ ഓഫ് പെന്റക്കിൾസും ആണ്. അപ്പം നിങ്ങൾക്ക് വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു എനർജിയാണ് ഇന്നത്തെ ദിവസം. ഇപ്പം എന്ത് കണ്ടാലും നിങ്ങളത് പെട്ടെന്ന് എടുത്ത് ചാടി ഒരു കാര്യവും ചെയ്യാൻ പോകില്ല. ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രമേ ഇന്ന് നിങ്ങൾ പെരുമാറുള്ളൂ എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ചില ആൾക്കാർ നിങ്ങൾക്ക് പാര വയ്ക്കുന്നുണ്ടെന്ന് മനസ്സിലായാൽ പോലും
നിങ്ങളത് എടുത്തു ചാടി ഒരു കാര്യവും ചെയ്യാതെ നിങ്ങളൊന്ന് ആലോചിക്കുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ മാറിപ്പോകാം എന്ന് മാത്രം ഇന്ന് ചിന്തിക്കുന്നുണ്ട്. അല്ലാതെ അത് അവരുടെ കർമ്മയാണ്, അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. കാരണം ഇതിനകത്ത് 10 ഓഫ് പെൻഡക്കിൾ ആണ്, അത് നിങ്ങളുടെ ഒരു വിക്ടറി ആണ് എന്നുള്ളതാണ്. ഇന്ന് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയോടൊപ്പമോ ഫ്രണ്ട്സിനോടൊപ്പമോ ഒക്കെ ഒരു വിജയം ആഘോഷിക്കുന്ന, നിങ്ങളുടേതല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത ഏതെങ്കിലും വ്യക്തികളുടെ ഒരു വിജയം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് അത്. ചിലപ്പം വിജയം എന്ന് മാത്രമല്ല, ചിലപ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റോ ഒരു ഹൗസ് വാമിങ്ങോ അങ്ങനെയുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ ഇന്നത്തെ ദിവസം ആഘോഷിക്കുന്നു അല്ലെങ്കിൽ ആഘോഷിക്കാൻ പ്ലാൻ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഇതില് മൂൺ കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല സന്തോഷത്തിന്റെ ഇടയിലും ഒരു ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഹിഡൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങളെ വേവലാതിപ്പെടുത്തുന്നുണ്ട് എന്ന് തന്നെ പറയാം. നിങ്ങൾ ഇപ്പൊ ബാക്കിയുള്ള എല്ലാവരും നല്ല ഹാപ്പിയിലായിരിക്കും. ഇപ്പൊ നിങ്ങൾക്കും ഹാപ്പിനെസ് ഒക്കെ ഉണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു ഇങ്ങനെ ഒരു കൊളുത്ത് ഇങ്ങനെ വലിക്കുന്നുണ്ട്. അത് നിങ്ങൾ ആരോടും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തോ ഒരു മാനസിക പ്രയാസം നിങ്ങളെ ഈ ഒരു സമയവും ബാധിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഇതില് അപ്പോൾ നിങ്ങൾ അന്ന് ആ ഒരു കാര്യത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചൊക്കെ വിടുന്നുണ്ട്. ഇത് ആവശ്യമില്ലാത്ത കാര്യമാണ്, ഞാനിത് ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കേണ്ട എന്നൊക്കെ വിചാരിച്ച് നിങ്ങളൊന്ന് ശ്രദ്ധയൊക്കെ മാറ്റാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു കാൽക്കുലേഷൻസ് നടത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ വളരെ ഒരു നല്ല മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള അങ്ങനെ ഷൈൻ ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് ഈ ആവശ്യമില്ലാത്ത ഓവർ തിങ്കിങ് ഒന്നും വേണ്ട, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ഫസ്റ്റ് പടി ഞാൻ കയറി കഴിഞ്ഞു. അപ്പോൾ അത് ഇനിയും എനിക്ക് വിജയമാണുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു എനർജിയിലേക്ക് ഷിഫ്റ്റ് ആകാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ വിട്ടുകളയാനാണ് ഈ ഒരു സമയം ശ്രമിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ വിട്ടുകളയാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും സന്തോഷിക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സ് ഇങ്ങനെ വന്ന് നമ്മൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് നിങ്ങൾ ഹൈഡ് ചെയ്യുന്ന എന്തോ ഒരു കാര്യം, അല്ലെങ്കിൽ മറ്റുള്ളവർ ഹൈഡ് ചെയ്യുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ ഒരു വിഷമമായിരിക്കും കേട്ടോ നിങ്ങൾക്ക്. കുറേ ആൾക്കാരുടെ ഇടയിൽ നിങ്ങൾക്കൊരു പൂർണ്ണമായിട്ട് സന്തോഷിക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. ഇതിൽ നമുക്ക് ഈ ഒരു കാർഡ്സ് കൂടി എടുത്ത് നോക്കാം. എന്താണ് ഇന്ന് ഇതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു കാർഡ്സിന്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഹെഡ്ജാണ്, പൊട്ടൻഷ്യൽ ബൗണ്ടറീസ് ആൻഡ് ഇൻഡിസിഷൻ ആണ് വന്നിട്ടുള്ളത്. ഒന്നുകൂടി എടുക്കാം. സീഡ്സ് ആണ്, ന്യൂ ഐഡിയാസ്, ഹോപ്പ്, ഓപ്പൺ മൈൻഡ്നെസ് ആണ്. അപ്പോൾ സ്നോയാണ്, റെസ്റ്റും കോണ്ടംപ്ലേഷനും ആണ് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത്. ഇതില് നമുക്ക് കിട്ടിയ കാർഡ് ഹെഡ്ജാണ്, പൊട്ടൻഷ്യൽ ബൗണ്ടറീസ്, ഇൻഡിസിഷൻ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ക്രോസ് റോഡിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ കാണുന്നത്. നിങ്ങളുടെ വഴി കൃത്യമാണ്, പക്ഷെ ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് അങ്ങോട്ട് പറ്റില്ല. കാരണം നീതി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയമാണിത്. നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾക്കാകാം, നിങ്ങളുടെ വിധിയായിരിക്കാം, നിങ്ങളുടെ ഭാഗ്യമായിരിക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ വരാൻ പോകുന്നു എന്ന് നിങ്ങളുടെ മനസ്സ് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫലമായിട്ട് കുറേ നല്ല കാര്യങ്ങൾ നിങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇന്ന് പോലും അങ്ങനെയുള്ളൊരു കാര്യമാണ് സംഭവിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു കൺഫ്യൂഷനാണ്. നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു വേലിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ എങ്ങോട്ട് പോകും എന്നുള്ളൊരു ചിന്ത വല്ലാതെ നിങ്ങളെ അലട്ടുന്നു എന്നാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളിപ്പം നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ എല്ലാവരോടും പറയാൻ പോകരുത്. നിങ്ങളുടെ ജീവിതത്തിൽ പല നല്ല കാര്യങ്ങളും നടക്കും, ഇനിയും ഫ്യൂച്ചറിൽ നടന്നേക്കാം. പക്ഷേ അതിൻ്റെ എന്തെങ്കിലും തുടക്കം ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ എല്ലാവരോടും അങ്ങ് പറയരുത് എന്നാണ് ഈ ഒരു കാർഡ് നിങ്ങളോട് പറയുന്നത്. പിന്നെ സീഡ്സ് ആണ്. ഇപ്പം നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും, നിങ്ങൾ എന്ത് കാര്യമാണോ ഇപ്പം ചെയ്യണത് അതിനെല്ലാം ഫലമുണ്ട്. പക്ഷെ പതിയാണ് പുതിയ ഐഡിയ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ കുറേ കാര്യങ്ങളുടെ ഐഡിയ ഉണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളും ചെയ്യണം എന്നുള്ള തീരുമാനമുണ്ട്.
അത് നിങ്ങൾക്ക് ദൈവമായിട്ട് കുറേ ഇൻഡ്യൂഷൻ പോലെ കുറേ കാര്യങ്ങൾ തരുന്നുണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇൻഡ്യൂഷനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയം വരുന്നുണ്ട്. ഇപ്പൊ ചെറിയ എഫേർട്ട് എടുത്ത് നിങ്ങൾ ചെറിയ കാര്യം ചെയ്താൽ പോലും ഫ്യൂച്ചറിൽ അത് വളരെ വലിയ കാര്യമായിട്ട് മാറുന്നു എന്നാണ് കാണുന്നത്. അത് സ്വീകരിക്കാൻ നിങ്ങൾ ഓപ്പൺ മൈൻഡായിട്ട് ഇരിക്കണം. നിങ്ങളൊന്നും ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ വിത്ത് എന്ന് പറയുന്നത്, ആ വിത്ത് ഇട്ടിട്ട് മുളയ്ക്കാൻ കുറച്ച് സമയം എടുക്കും. ഇപ്പൊ ഇന്നിട്ടാൽ നാളെ അതിന്റെ ഫ്രൂട്ട് കിട്ടൂല. പക്ഷെ നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത ആ ഒരു കാര്യത്തിന്റെ ഫലം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾക്ക് വലിയ ഫലം ഉണ്ടാവുന്നതാണ്. അപ്പൊ അതിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇത് ചെയ്താൽ ശരിയാവോ, ഇത് വിജയിക്കുമോ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ കൺഫ്യൂഷൻ മാറ്റുക. സ്നോയാണ് കുറച്ച് കാര്യങ്ങൾക്ക് ഒരു മഞ്ഞ് പോലെ, അതും ഒരു കൺഫ്യൂഷനാണ് നിങ്ങൾക്ക്. അപ്പം നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ ചെയ്യുന്ന കാര്യം ചെയ്തിട്ട് നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുക. നിങ്ങൾ വേറെ കുറേ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ചിന്ത കൊണ്ടുവരണ്ട എന്നുള്ളതാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണ് വേണ്ടതെന്ന് നമുക്ക് തന്നെ മനസ്സിലാകും. ഇപ്പം നിങ്ങൾ സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം എന്ത് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടത്. അത് ഈ ഒരു സമയം വരുന്നതിനെ നിങ്ങൾ കുറേ ആൾക്കാരുമായിട്ട് അങ്ങ് ഷെയർ ചെയ്യാതെ, അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരുടെയും എനർജി ഒരുപോലെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ കുറേ ആൾക്കാർ എന്ന് ഒരു അസൂയുള്ള ആൾക്കാരും ഉണ്ടാവും, അല്ലാത്ത ആൾക്കാരുണ്ടാവും. പക്ഷേ ചില എനർജികൾ നിങ്ങളുടെ മുന്നോട്ടുള്ള വളർച്ചയെ അത് ബ്ലോക്ക് ചെയ്യും. അതെപ്പോഴും മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അപ്പം ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അനൗൺസ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ അനൗൺസ് ചെയ്യാതിരിക്കുക. നമുക്ക് ഇതിലൊരു കാർഡ് നോക്കാം. റെയിൻ ഡ്രോപ്സ് ആണ്. ടേക്ക് എ ചാൻസ് ഓൺ ദം ആണ് വന്നിട്ടുള്ളത്. നിങ്ങളിതിൽ ഏതോ ഒരു വ്യക്തിയെ നിങ്ങളൊന്ന് ഡൗട്ട് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ? ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു വ്യക്തിയായിരിക്കാം, നിങ്ങളുടെ പാർട്ണർ ആയിരിക്കാനാണ് സാധ്യത, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും സൗഹൃദത്തിലുള്ള ഒരു വ്യക്തി. ആ ഒരാളിനെ നിങ്ങൾ ഡൗട്ട് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ ഈ ഒരു ഇതിൽ. അപ്പോൾ നിങ്ങൾ ടേക്ക് എ ചാൻസ് ഓൺ ദം ആണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഒരുപാട് സന്തോഷിച്ച കുറേ മൊമെന്റ്സ് ഈ വ്യക്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പം പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ എന്തോ ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് ഇരിക്കുന്നു. ഇതിൽ നിങ്ങൾ ഒരു ചാൻസ് അവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കൊടുത്തു നോക്കാം. ചിലപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരിക്കാം, അതിൽ നിങ്ങൾ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരിക്കാം. എന്നാലും സാരല്ല, ഈ ഒരു വ്യക്തിയോട് ഈ ഒരു ഒറ്റ തവണത്തേക്ക് നിങ്ങൾ ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിച്ചു കൊടുക്കുക. ചിലപ്പം ഇവരിൽ നിന്ന് വീണ്ടും നിങ്ങൾക്ക് സന്തോഷം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതങ്ങ് ബ്ലൈൻഡായിട്ട് നിങ്ങൾ എടുക്കരുത്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്ന കാര്യം എടുക്കുക. അപ്പോൾ നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരാണെങ്കിൽ വീണ്ടും ഒരു ചാൻസ് കൊടുക്കണം എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഉള്ളൊരു മെസ്സേജ് ആയിരിക്കില്ല. നിങ്ങൾക്കുള്ള മെസ്സേജ് ആണെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാത്രം എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ചില ആൾക്കാർ നമ്മൾ ഇങ്ങനെ ഒരു ചാൻസ് കൊടുക്കുമ്പോഴത്തേക്ക് വീണ്ടും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇത് കുറേ ആൾക്കാർക്ക് ഇതൊരു നിങ്ങൾ ഡൗട്ട് ചെയ്യുന്ന കാര്യം മാത്രമായിരിക്കും. അങ്ങനെയുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഒരു ചാൻസ് കൂടി ആ ഒരു വ്യക്തിക്ക് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ വിച്ചാണ് ബോട്ടം വന്നിട്ടുള്ളത്. ജസ്റ്റിസ് ഈസ് കമ്മിങ് ആണ്. അപ്പം നിങ്ങൾക്ക് ഒരു നീതി വരുന്നൊരു സമയമാണ്. നിങ്ങൾക്ക് നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലോ നിങ്ങളെ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്നൊരു അവസരം ദൈവം തരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജസ്റ്റിസ് വരുന്നു, നീതി നിങ്ങളുടെ ഭാഗത്തേക്ക് ടേൺ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അപ്പം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.